പ്രശാന്തേട്ട ഈ DYFI ഒരു സംഭവം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ അല്ലേ? അപ്പോൾ പ്രശാന്തേട്ടൻ വിചാരിക്കും ധനുഷ് എന്താ ഇത്രയ്ക്ക് ഭീകരമായിട്ട് മാറിപ്പോയത്, DYFI അനുകൂലിച്ച് സംസാരിക്കുന്നല്ലോ. സാധാരണ ഡിഫി എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ എന്ന്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഘപരിവാറിലെ സംഖ്യകൾ എന്ന് സോഷ്യൽ മീഡിയയിൽ കളിയാക്കി വിളിക്കുന്ന ആൾക്കാരെല്ലാം DYFI സപ്പോർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഇത് അവരുടെ ഒരു തന്ത്രമാണോ എന്ന് എനിക്കറിയില്ല, അത് പ്രശാന്തേട്ടനാണ് പറയേണ്ടത്. സംഭവം ഭക്ഷണത്തിൽ മതം കലർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ നവംബർ 24 ജില്ലാ കേന്ദ്രങ്ങളിൽ ഫുഡ് സ്ട്രീറ്റ്, 23 നവംബർ 2021 DYFI നടത്തിയ ഒരു ഫുഡ് സ്ട്രീറ്റാണിത്. അന്ന് ഇവിടെയുള്ള സംഘപരിവാർ പ്രവർത്തകരെല്ലാം DYFI പുച്ഛിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പന്നി വിളമ്പാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ DYFIക്കാരന് പന്നി വിളമ്പാൻ ധൈര്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അവർ പന്നി കൊടുത്തു. പക്ഷെ പന്നി കൊടുത്തുവെങ്കിലും സംഘപരിവാറിന് അപ്പോഴും അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പന്നി കൊടുക്കാൻ ധൈര്യമുണ്ടോ? കാരണം നിങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലുമാണല്ലോ ബീഫ് വിളമ്പുന്നത് എന്നവർ വച്ചു. പക്ഷേ ഇപ്പോൾ DYFI പോർക്ക് ചാലഞ്ചുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന പല സംഘപരിവാർ പ്രവർത്തകരും DYFIയുടെ കൂടെ ഇപ്പോൾ DYFI കണ്ടുപിടിക്കണമെന്ന് പറയുക. ഈ DYFI പന്നി ഇറച്ചി ചാലഞ്ച്, ഒന്ന് നമ്മുടെ രാജപുരം മേഖലാ കമ്മിറ്റിയും ഒന്ന് നമ്മുടെ കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുമാണ് പന്നി ഇറച്ചി. നിങ്ങൾക്ക് പന്നി ഇറച്ചി വേണമെങ്കിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, വൈശാഖ്, ഷൈജിൻ, അഖില, സൂര്യനാരായണ, റിജോഷ്, ഉണ്ണി, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് കൊടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവരെ വിളിക്കുക. നിങ്ങൾ പോർക്ക് വാങ്ങുന്ന പൈസ ഞങ്ങൾ ഡു ഫോർ വയനാട്, റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞ് വയനാടിൻ്റെ നവീകരണ പ്രവർത്തനം, വയനാട് ഇനി പുനരുദ്ധരിക്കണമല്ലോ, ആ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസത്തിനായി അവർ ഉപയോഗിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ DYFIയുടെ റീബിൽഡ് വയനാടിന് ഇപ്പോൾ കാസർഗോഡ്, രാജപുരം, കാസർഗോഡ് അറിയാമല്ലോ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് കാസർഗോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാജപുരത്ത് നടത്തിയ പോർക്ക്, കാസർഗോഡ് ചെന്നിട്ട് നമ്മുടെ ഉണ്ണിച്ച കുറി പോലും മാറ്റി കളഞ്ഞു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് DYFI നടത്തിയിരിക്കുന്നത്. വൻ വിജയമായി അത് എന്ന് പറയുന്നു. 350 കിലോയിലേറെയാണ് അന്ന് വിറ്റുപോയത്. 1 കിലോയ്ക്ക് 350 രൂപ വെച്ച് 350 കിലോയിലേറെ അന്ന് രാജപുരത്ത് വിറ്റുപോയി. ഇപ്പോൾ 380 വിലയ്ക്ക്, കിലോയ്ക്ക് 360 രൂപ 380 രൂപ വിലയ്ക്ക്, ഇതിൽ കൂടുതൽ തുകയ്ക്ക് നമ്മുടെ ഇവിടെ കോതമംഗലത്ത് കൊടുക്കുന്നുണ്ട്. 500 കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചത് എന്നാണ് പറയുമ്പോൾ തന്നെ വലിയ വെള്ളവും ഇറയില് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈ 500 കിലോ ഏറെ ഓർഡർ ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഈ DYFIയുടെ ഉദ്ദേശം? കാരണം എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. കാരണം DYFI പോർക്ക് ചലഞ്ചുമായിട്ട് വരുന്നത് കേരളത്തിൽ ഇങ്ങനെ DYFIയുടെ ഒരു മൂവ് ഞാൻ സ്വപ്നേവി നിരീക്ഷിച്ചില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം അത് ഇറ്റ്സ് അൺബിലീവബിൾ, ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ സംഭവം, എന്താ പറയാൻ പറ്റുമല്ലോ, എന്താ കാര്യം? ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം, ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യാൻ കാര്യം എന്തോ, പോർക്ക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർക്കിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണ്? പോർക്കിനെയും പട്ടിയെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം സമുദായമാണ്, അവർക്ക് നിഷിദ്ധമാണ്. അപ്പം എല്ലാവരും പറഞ്ഞത് ന്യൂനപക്ഷ സമുദായത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്രയും കോട്ടം സംഭവിച്ചതെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ന്യൂനപക്ഷത്തിനെതിരായിട്ട് ഇപ്പോൾ ഏതൊരു ക്യാമ്പയിൻ, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. പോർക്കിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിം സമുദായം, അതെ, പോർക്കിനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് ക്രിസ്ത്യൻ സമുദായം. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പം ഈ ന്യൂനപക്ഷ സമുദായത്തിന് എതിർപ്പ് വരത്തക്കോണം അല്ലെങ്കിൽ മതേതര ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ്, അതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഒരു കമ്മിറ്റി അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇത് ചർച്ചയായി, സമസ്ത ചർച്ച ചെയ്യുന്നു, മുസ്ലിങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നു. നിഷിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം, മുസ്ലിങ്ങൾക്ക് ഈ ബീഫ് വിളമ്പിയ സമയത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കിടയിലും അല്ല ക്രിസ്ത്യാനികൾക്കിടയിൽ ചർച്ചയായിട്ടില്ല, ഹിന്ദുക്കൾക്കിടയിൽ വളരെ കൃത്യമായിട്ട് ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കൾ പോലും പരസ്യമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇത് വന്നപ്പോൾ ഹിന്ദുക്കൾക്ക് എതിർപ്പുണ്ടായി, മുസ്ലിങ്ങൾക്ക് താല്പര്യമുണ്ടായി. പക്ഷേ കഴിഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദു ഏകീകരണം നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. ഹിന്ദു ഏകീകരണത്തിനെക്കാട്ടിലും ക്രിസ്ത്യൻ ഏകീകരണം അത്രയും BJPക്കൊന്നും അനുകൂലമായിട്ടില്ല. ഏതാണ്ട് 1-2% മാത്രമേ അനുകൂലമായിട്ടുള്ളൂ. മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പരിധിക്കപ്പുറം CPMന് കിട്ടുന്നുമില്ല. പക്ഷേ ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് ഒരു പരിധിക്കപ്പുറം പോയാൽ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാകത്തില്ല. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, BJP അല്ല ഹിന്ദു പാർട്ടി, CPM ആണ് ഹിന്ദു പാർട്ടി. ഈ ഹിന്ദുക്കൾ കൂടെ നിന്നോളും എന്ന് കണ്ട്
ഒരു 1, 2, 3 ശതമാനം അല്ലെങ്കിൽ ഒരു 4% ഇപ്പൊ UDF കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ കൂടി CPM കിട്ടിയാൽ ഒരു കാലത്തിലും ഭരണത്തിൽ നിന്ന് ഇറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് CPM പോകും അല്ലെങ്കിൽ CPM കൊണ്ടുപോകാം എന്ന് കണ്ടതുകൊണ്ടാണ് ആ നിലപാട് ന്യൂനപക്ഷത്തിന് കൂടുതൽ താല്പര്യമുള്ള നിലപാടുകളുമായിട്ട് സമസ്തയെ കൂട്ടുപിടിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ BJPക്ക് അനുകൂലമായിട്ട് ഈ CPM നിലപാട് കൊണ്ട് ഹിന്ദുക്കൾ ഒന്നിക്കുകയും ഈ CPM നിലപാട് ഇത്തരത്തിലുള്ള നിലപാട് കൊണ്ട് ക്രിസ്ത്യാനികൾ BJPയോട് കൂടെ കൂടുകയും അപ്പോൾ മൊത്തത്തിൽ നഷ്ടം CPM സംഭവിച്ചു. ആരെ പിടിച്ചതുകൊണ്ട്? മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ദേശീയ തലത്തിൽ അവർ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ടും അവരൊരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ലല്ലോ, അവർ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ ഉദ്ദേശം എന്ത്? ലോകം കീഴടക്കും. ഇപ്പം നമുക്കിപ്പോൾ രണ്ടാമത്തെ ഇവിടുത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കുന്നു, ആരുടെ കയ്യിലാവുന്നു എന്നുള്ളതാണ് അവരുടെ. കേരളമല്ല വിഷയം. അപ്പം ഇത് CPM മനസ്സിലായി. CPM ഇനി ഉള്ളത് കേരളം മാത്രം. കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ CPM കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നേരത്തെ മുസ്ലിമിന്റെ വോട്ട് വരുന്നതിന് വേണ്ടി CPM എന്ത് കളിച്ചു? തിരിച്ചിട്ട് കളിക്കുന്നു. അതിനിപ്പോൾ ഒരു വയനാട് ഒരു കാരണമേ ഉള്ളൂ. വയനാട് പറഞ്ഞത് നടത്തി കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പറയാമല്ലോ, വയനാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി പോത്തിനെ വിറ്റ കാശ്, പോത്തിനെയല്ല പന്നിയെ വിറ്റ കാശ്, പന്നി ഇറച്ചി വിറ്റ കാശാണ് ഇനി വയനാട്ടിലെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് ഉൾപ്പെടെ നിഷിദ്ധമായ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായ പോർക്കിനെ വിറ്റ അല്ലെങ്കിൽ പല ആൾക്കാരും DYFI വിമർശിക്കുന്നുണ്ട്. ഈ പൈസയാണോ അവർക്ക് കൊടുക്കുന്നത്? ഈ പൈസയാണോ അവർക്ക് കൊടുക്കുന്നതെന്ന് ചർച്ചയാവണം. അപ്പം അത് ചർച്ചയാവും, ഹിന്ദുക്കൾക്കിടയിൽ ചർച്ചയാവും, ഇപ്പൊ RSSകാർക്കിടയിൽ ചർച്ചയാവും. എന്തുകൊണ്ട് മതേതര ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഈ കേരളം പോലെയുള്ളിടത്ത് പോർക്കിനെ തിന്നേണ്ടവർക്ക് തിന്നണ്ടേ, പോർക്കിനെ വിൽക്കേണ്ടവർക്ക് വിൽക്കണ്ടേ? അതൊരു ജാതിക്കാരെ ഇടയ്ക്കിടെ നിഷിദ്ധമാണെന്ന് കൊണ്ടുകൊണ്ട് അത് ആവശ്യമുള്ളവർക്ക് വിൽക്കുന്നതിന് ഇത്ര എതിർപ്പ് വരേണ്ട കാര്യമെന്ത്? ഈ ചർച്ച ഹിന്ദുക്കൾക്കിടയിൽ വന്നാൽ, ആ ചർച്ച കൊണ്ടുവന്നവരോട് അനുകൂലം വന്നാൽ അവരുടെ വോട്ട് അവിടെ പിടിച്ചു നിർത്താൻ പറ്റും. 2026 ഇലക്ഷന് ഹിന്ദു വോട്ടുകൾ തിരിച്ച് CPM കൊണ്ടുവരാൻ പറ്റും. കൃത്യമായ പൊളിറ്റിക്സോട് കൂടിയാണ്. അത് DYFIയുടെ കെയർ ഓഫിലാണെങ്കിലും ഡയറക്റ്റ് CPM നടക്കാൻ. ഞാനിത് മനസ്സിലാക്കുന്നത് ഹിന്ദുക്കളുടെ വോട്ട് പോകുന്നതിനെക്കാട്ടിലും ക്രിസ്ത്യൻസ് BJPയോട് അടുക്കുന്നതാണ്. അല്ല, ക്രിസ്ത്യൻസ് നിങ്ങൾക്ക് ഇവിടുത്തെ ഇതിനകത്ത് വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായം, ഈഴവ സമുദായത്തിന്റെ വോട്ട്, അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന വർഗത്തിന്റെ വോട്ട്, പിന്നോക്ക വർഗത്തിന്റെ വോട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷന് ശേഷം പാർട്ടി റിപ്പോർട്ടിങ്ങിനകത്ത് പറഞ്ഞത് ഈഴവർ 26% വരുന്നതിനകത്ത് 26%, 65% മുതൽ 70% വരെ വോട്ട് CPM കിട്ടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് മാറ്റം വന്നു. അതുപോലെ തന്നെ ഈ 17-18% വരുന്നുണ്ട് ഈ പട്ടികവർഗത്തിന് വോട്ട്. അതിനകത്ത് 65 മുതൽ 75 വരെ കിട്ടിക്കൊണ്ടിരുന്നത് CPM. ആ അടിസ്ഥാന വോട്ടുകളാണ് CPM അടിസ്ഥാനം. അതിനകത്ത് കോട്ടം വന്നതുകൊണ്ടാണ് CPM ഇത്രയും പുറകോട്ട് പോയത്. ഇവിടുത്തെ നായർ വോട്ടുകൾ ഈ കാര്യമായി പണ്ടും കിട്ടുന്നില്ല. മാത്രമല്ല, മുന്തിയ നായർ വോട്ടുകൾ ഒരിക്കലും CPM കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. അതായത് പാർട്ടിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന അടിസ്ഥാന വോട്ടുകൾ അവിടെ നിന്ന് പോയി ഒരു വട്ടം മാറ്റി വോട്ട് ചെയ്താൽ ആ വോട്ടുകൾ തിരിച്ചു വരത്തില്ല എന്ന് പശ്ചിമ ബംഗാളും ത്രിപുരയും പഠിപ്പിച്ചു. അത് ഇവിടെ ആവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് പാർട്ടി തീരുമാനത്തിന്റെ പുറത്താണ് DYFI കൂടി തുടങ്ങിയാണ്. DYFI എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടി സംവിധാനമാണ്. അപ്പം ഈ പോർക്ക് ഫെസ്റ്റിവൽ ഇന്ന് സംസ്ഥ ഏറ്റെടുത്തു, മുസ്ലിങ്ങൾ ഏറ്റെടുത്തതോടുകൂടി ഹിന്ദുക്കൾ ഏറ്റെടുത്തു. പണ്ടത്തെ കൂട്ടൽ ഹിന്ദുക്കൾ ഏറ്റെടുത്തു. എന്തുകൊണ്ട് പോർക്ക് വിറ്റുകൂടാ? എന്തിന് പോർക്ക് വിൽക്കുന്നു എന്ന് മുസ്ലിങ്ങൾ ചോദിക്കുമ്പോൾ, ഞങ്ങളെ അവഹേളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പോർക്ക് വിറ്റുകൂടാ എന്ന് ഹിന്ദുക്കൾ ചോദിക്കുന്നു. RSSകാരൻ കൂടി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. സംഘികൾ നേരെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സംഘികൾ DYFI ഫാൻസ് ആണ്. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിന് വേണ്ടി അവർ കളിച്ചത്. അതായത് DYFIക്ക് അനുകൂലമായിട്ട് RSS വരെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരുവാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് അതേ രീതിയിൽ അർത്ഥവത്തായില്ലേ? ആ പൊളിറ്റിക്സ് അങ്ങോട്ട് വർക്കൗട്ടായാൽ അവർക്ക് നാളെ കാലത്ത് ഒരു കുഴപ്പം സംഭവിക്കത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. UDFന് കിട്ടുന്ന ന്യൂനപക്ഷ വോട്ട് അവിടെ നിന്നോട്ടെ, ഇവർക്ക് കിട്ടുന്ന അടിസ്ഥാന വോട്ടിന് കോട്ടം വരാതിരുന്നാൽ മതി. ഇവിടെ BJPയുടെ വളർച്ച തടയാൻ പറ്റും.
തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ശേഷം 6 മാസത്തിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും. അപ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ്. അവർ തിരിച്ചറിഞ്ഞു അവരുടെ അടിസ്ഥാന വോട്ടുകൾ ഇത് തന്നെയാണ്. വേറെ മേഖലയിലേക്ക് കയറിപ്പോയിട്ട് കാര്യമില്ല. മുസ്ലിങ്ങളെ നമ്പിയിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ ഇവിടുത്തെ ഹിന്ദുവിനെയും അല്ല, ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി സർക്കാരിന് സത്യം പറഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ലേ? ഉണ്ടല്ലോ. അപ്പൊ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ ഇപ്പൊ നമ്മൾ ഈ 19 സീറ്റ് ഒലിച്ചു പോയത് കണ്ടതാണ്. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. 2019 പോയതാണ്. ഇനിയിപ്പോ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഹിന്ദു വോട്ടും കൂടെ UDF ഷിഫ്റ്റ് ചെയ്താൽ വലിയ വിഷയമാവില്ല. അപ്പൊ എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വോട്ട് UDF ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹിന്ദു വോട്ടുകൾ ഇതിനകത്ത് പോകുന്ന ഹിന്ദു വോട്ടുകൾ UDF പോകുന്നതിനെക്കാട്ടും ബഹുഭൂരിപക്ഷം പോകുന്ന BJP-യിലാണ്. BJP-യിലേക്ക് പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ BJP-യിലേക്ക് പോയാൽ വോട്ട് ചെയ്താൽ BJP സ്ഥാനാർത്ഥി ജയിക്കും എന്ന് സുരേഷ് ഗോപിയുടെ ജയത്തോടുകൂടി ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഹിന്ദുവിന് മനസ്സിലായി. അതുകൊണ്ട് BJP-ക്ക് വളർച്ച ഉണ്ടാവും. BJP വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പൊ വന്ന ഈ വോട്ടുകൾ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോർക്ക് ഫെസ്റ്റിലൂടെ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. പോർക്ക് ഫെസ്റ്റിവലിലൂടെ സാധിക്കുന്നതല്ല. പോർക്ക് ഫെസ്റ്റിവൽ തുടക്കം മാത്രം. പോർക്ക് ഫെസ്റ്റിവൽ തുടക്കം മാത്രം. ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തൊന്നുമല്ല. ഞങ്ങൾ മതേതരവാദികളാണ്. ഞങ്ങൾ പോർക്കും വിൽക്കും. ആരെതിർത്താലും വിൽക്കും. അപ്പോൾ അങ്ങനെ എതിർക്കാൻ കഴിയുന്ന ഒരു പാർട്ടി CPM മാത്രമേ ഉള്ളൂ. ആ മതേതര ജനാധിപത്യ സംവിധാനം നമുക്കതിൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പണ്ടത്തെ ഈ മണ്ടന്മാരായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ വീണ്ടും വിചാരിക്കാൻ തുടങ്ങിയാൽ CPM-ന് ഈ കേരളത്തിലെങ്കിലും നിലനിൽപ്പിന് അത് ഗുണം ചെയ്യും. അതുതന്നെയാണ് ഈ പോർക്ക് ഫെസ്റ്റിൻ്റെ ഉദ്ദേശം. അത് നിസ്സാരമായിട്ട് കാണണ്ട. CPM-ന്റെ ഇടപെടിയിൽ കൊണ്ട് മാത്രം DYFI അത്തരത്തിലൊരു കാര്യം ചെയ്താണ്. എനിക്കറിയാം നേരത്തെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നതിന്, ഇതുപോലുള്ള കാര്യം ചെയ്യുന്നതിന് പാർട്ടിയോട് ചോദിച്ചതിന് മാത്രമേ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാർട്ടിയുടെ ഇടപെടിയിലില്ലാതെ DYFIക്ക് അങ്ങനെ നേതൃത്വത്തിന് ഇടപെടിയില്ലാതെ സ്വതന്ത്രമായിട്ട് പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിൻ്റെ ഒരു കാര്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അങ്ങനെ ചെയ്യത്തുമില്ല. ഇത് കൃത്യമായി പാർട്ടി പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക.